കൊടുങ്ങല്ലൂർ ഭരണിയും കണ്ണൂരും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. വസൂരിമാല തെയ്യവും കൊടുങ്ങല്ലൂർ ഭഗവതിയുമായുള്ള ബന്ധമാണത്. മാത്രമല്ല, ആചാരപ്പെരുമയുടെയും സംസ്കാരങ്ങളുടെയും കൂടിച്ചേരലിൻ്റെ വേദി കൂടിയാണത്. കൊടുങ്ങല്ലൂർ ഭരണിക്ക് കണ്ണൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മൂപ്പന്മാരായി നിരവധി പേരാണ് പോകുന്നത്. ആ ആചാരപ്പെരുമയുടെ പ്രത്യേകത അറിയാം. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഭഗവതിക്കൊപ്പം കുടികൊള്ളുന്ന ദേവിയാണ് വസൂരിമാല. ദാരികന്റെ പത്നിയായ മനോദരിയാണ് വസൂരിമാല എന്നാണ് വിശ്വാസം. അതേ വസൂരിമാലയെ മലബാറിൽ തെയ്യക്കോലമായി കെട്ടിയാടാറുണ്ട്. അതുതന്നെയാണ് കണ്ണൂരും കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിന് കാരണം. പണ്ട് കാലങ്ങളിൽ വസൂരി വ്യാപകമായി പടർന്നു പിടിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായതല്ലോ. അത് വരുന്നത് ഈ കൊടുങ്ങല്ലൂർ അമ്മയുടെ ശ്രീ കുറുമ്പാവതിയുടെ കോപം തട്ടുമ്പോഴാണ് ആ അസുഖം പടർന്നു പിടിക്കുന്ന ഒരു വിശ്വാസം വ്യാപകമായിട്ട് നമ്മുടെ നാടുകളുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരു പ്രതിവിധിയായിട്ട് ചെയ്യുന്ന നേർച്ചയായിട്ട് പ്രാർത്ഥനയായിട്ട് കുരുമുളകും മഞ്ഞളും കൊണ്ട് ഭഗവതിക്ക് സമർപ്പിക്കുക. അതായത് ഈ നാട്ടിലുള്ള ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും ആ നേർച്ച സമർപ്പിക്കുക. ഈ ക്ഷേത്രത്തിലാണ് ഉത്സവമായെന്ന് നമ്മൾ ആ ഉത്സവമായെന്ന് നമ്മൾ ഭരണിക്ക് കൊടുങ്ങല്ലൂരേക്ക് പോകും. ആ പോകുന്ന സമയത്ത് നമ്മളത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോവുക. കൊടുങ്ങല്ലൂർ ഭരണിക്ക് വ്രതമെടുത്ത് ചൂരൽക്കോലും മഞ്ഞൾക്കുറിയുമായാണ് മൂപ്പൻ എന്ന സ്ഥാനപ്പേരുള്ളവർ പോകുന്നത്. അവരോടൊപ്പം വിശ്വാസികളുടെ ഒരു സംഘവും ഉണ്ടാകും. നമ്മുടെ കൊടുങ്ങല്ലൂർ ഉത്സവം മീനമാസത്തിലാണ് ഉത്സവം ഉണ്ടാകല്. അതേ രീതിയിൽ തന്നെ നമ്മളെ ഈ കാവിലും മീനമാസത്തിലാണ് ഉത്സവം നടക്കൽ. ഉത്സവം നടന്ന് അതിനുശേഷം ഇവിടുന്ന് കുറേ ആൾക്കാരുണ്ടാവും. അവരെയും കൂട്ടി കൊടുങ്ങല്ലൂരേക്ക് യാത്ര പോകും. വസൂരിമാല എന്ന് പറഞ്ഞാൽ അന്ന് ഉത്സവ ദിവസം മാത്രം ഒരു വിരുന്ന് കണ്ട കാരണം അവർക്കിടെ വേറെ ക്ഷേത്രമായിട്ടില്ല. അവർക്ക് കൊടുങ്ങല്ലൂരിൽ ആചാരപ്പെട്ട് കൊടുക്കുന്ന നമ്മൾ കാണുന്ന ചൂരക്കോലി, അതാണ് അവരെ ഇവിടുത്തെ ആയുധം. അവിടുത്തെ വാളാണെങ്കിലും ഇവർക്ക് മൂപ്പന്മാർക്ക് ഇവിടെ കിട്ടുന്നത് ചൂരക്കോലും ഈ ഭസ്മക്കുറിയും കൊണ്ടാണ്, മഞ്ഞക്കുറിയും കൊണ്ടാണ് അവർ എല്ലാ വീടുകളിലൊക്കെ ഇങ്ങനെ ആവശ്യങ്ങൾക്ക് പോകുന്നത്. നമ്മൾ പണ്ടൊക്കെ അറിയാം, വസൂരി എന്നൊക്കെ വന്ന് രോഗമൊക്കെ വരുമ്പോൾ മറ്റേ ആളുകൾ ആ വീടുകളിലൊക്കെ ഒന്നും കയറില്ല. അന്നപ്പോൾ നമ്മൾ മൂപ്പനെ വിളിക്കും. അവർ പോയിട്ട് കുറിയൊക്കെ ഇട്ടിട്ടാണ് രോഗം ഭേദമാക്കുന്ന ഒരു ഐതിഹ്യവും ചരിത്രമൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ജില്ലയിൽ നിന്നു മാത്രം വസൂരിമാല തെയ്യവും ഘണ്ടാകർണൻ തെയ്യവും കെട്ടിയാടുന്ന കാവുകളിൽ നിന്നായി നിരവധി പേരാണ് മൂപ്പനായി കൊടുങ്ങല്ലൂരിൽ ഭരണിക്കെത്തുക. അത് വിവിധ സംസ്കാരങ്ങളുടെ സംഗമവേദി കൂടിയായി മാറുകയാണപ്പോൾ. ജനം, കണ്ണൂർ.